മാവൂരിൽ ചെറുപുഴ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. തെങ്ങിലക്കടവ് ഭാഗത്ത് ചെറുപുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ചെറുപുഴ കരകവിഞ്ഞതോടെ തെങ്ങിലക്കടവ് മേഖലയിൽ, മാവൂർ മേഖലയിലൊക്കെ തന്നെയും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ പുഴ തൊട്ടപ്പുറത്താണ്. അവിടെ നിന്ന് കുത്തി ഒഴുകിയാണ് വെള്ളം ഈ ഭാഗത്തേക്ക് വരുന്നത്. തൊട്ടപ്പുറത്ത് വാഴത്തോട്ടമുണ്ട്. അവിടെയൊക്കെയും വാഴയ്ക്ക് മുകളിലൂടെയാണ് ഇത്തരത്തിൽ വെള്ളം ഒലിച്ചു പോകുന്നത്. ഈ വാഴത്തോട്ടമെല്ലാം തന്നെ നശിച്ച നിലയിലാണുള്ളത്. സമീപത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിലെ പറമ്പുകളിലേക്കും വീടിനകത്തേക്കും ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കിടപ്പ് രോഗിയായ ഒരാളെ കട്ടിലോടെ തന്നെ ബോട്ടിൽ കയറ്റി ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. ഇത്തരത്തിൽ വീട് മാറിപ്പോവുകയാണ്. ചേട്ടാ, വലിയ രീതിയിൽ വെള്ളം കയറിയോ വീട്ടിലേക്ക് എത്തിയില്ല. വീടിന്റെ താഴത്തെ കുത്തറ വെള്ളമുണ്ട്. പറമ്പ് കയറി തുടങ്ങി. ഇതിപ്പോ എപ്പോഴാ വെള്ളം വന്നു തുടങ്ങി? ഇതൊരു 1:30 മണിയാകുമ്പോൾ അങ്ങോട്ട് രാത്രി 1 മണിക്കൊക്കെ കയറ്റം അങ്ങോട്ട് വെച്ചു. ചെറുപുഴ ആയിട്ട് മുമ്പേ പോന്നിരുന്നു. പുഴ ചാലിയാറ് ഒരു 1:30 ആവും. പിന്നെ അങ്ങോട്ട് കയറി തന്നെയാണ്. നല്ല കയറ്റാ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഒരുവിധം വീടുകളൊക്കെ താന്നിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. മുന്നിങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇവിടെ ഒരു കൊല്ലത്തിൽ ഇങ്ങനെ വരുന്നതാണ്. ചേട്ടാ, എവിടെ പോവാ? ഞാൻ തറവാട് തിരിച്ചു വരികയാണ്. എവിടേക്കാ മാറ്റിയവരെ? അവിടെ തൊട്ടടുത്ത കുടുംബക്കാരെ വീട്ടിൽ തന്നെ. സാധനങ്ങളൊക്കെ നല്ല നനഞ്ഞിട്ടുണ്ട്. മുകളിലെ റൂമിന്റെ 2ാം നിലന്റെ മുകളിലേക്ക് മാറ്റി. നല്ല കുത്തൊഴുക്കാണ്. ഇവിടെ നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നടക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ കുത്തൊഴുക്ക് ഉള്ളതുകൊണ്ട് തന്നെ കാലൊക്കെ സ്ലിപ്പായി പോകും. അതുകൊണ്ട് കയറിലൊക്കെ പിടിച്ച് രക്ഷാപ്രവർത്തകർക്ക് ഉൾപ്പെടെ അപ്പുറത്തേക്ക് കടക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഈ അതിഥി തൊഴിലാളികൾ നിരവധി താമസിക്കുന്ന ഒരു ഇടം കൂടെയാണ്. അവർ താമസിക്കുന്ന മുറികളൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അവരുടെ മുറികളിലേക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ ജംഗ്ഷനിലൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഭയ്യാ, കഹാൻ ജാ രഹേ ഹൈ? रूम जा रहा है. बारिश है ना? बारिश थोड़ा सा नहीं भरा है. रूम में पानी है ना? रूम में थोड़ा पानी है, क्या करेगा? खाना तो खाना है ना, इसलिए खाना पकाने के रूम पे काम नहीं है. തെങ്ങിലക്കടവിലെ ഈ കാണുന്ന വഴി അങ്ങോട്ട് നിരവധി വീടുകളാണുള്ളത്. അവിടെ പല വീടുകളിലേക്കും ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഫയർ ആൻഡ് റെസ്ക്യൂവും അവിടുത്തെ നാട്ടുകാരും അവിടെ നിന്ന് ഈ വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. പലരും വീടുകളിൽ നിന്ന് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലരൊക്കെ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. നിലവിലേതായാലും മഴ മാറി നിൽക്കുകയാണ്. സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. ഒരു തെളിച്ചം വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. കാരണം മഴ മാറി നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് താഴാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഈ കയറിയിരിക്കുന്ന വെള്ളം വേഗത്തിൽ ഇറങ്ങിപ്പോകും. ഈ ചെറുപുഴ ഇത്തരത്തിൽ കരകവിഞ്ഞതോടുകൂടിയാണ് ഈ മേഖലയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.